ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് നൈറ്റ് ടൈമിലൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നൈറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ചിട്ട് നമ്മൾ നിങ്ങളുടെ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിലെ രണ്ടുപേരുടെയും ഒരു കറണ്ട് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ട് തട്ടിലായി നിൽക്കുന്ന പോലെയാണ്, രണ്ട് സൈഡിലായി മാറി നിൽക്കുന്ന പോലെയാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. എങ്കിൽ കൂടിയും ഈ ഒരു അതോടൊപ്പം തന്നെ ഇതൊരു ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലോ അതുപോലെ തന്നെ പ്രശ്നങ്ങളിലോ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതികളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടിയും ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഒരു മച്ചുവറായി മാറി എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ വളരെ ഒരു എന്താ പറയുക, ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിൽ വളരെ താന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി പോയിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഒക്കെ വന്ന് വളരെ ബാലിശമായ രീതിയിലൊക്കെ ചിന്തിച്ചിരുന്ന, ഒരുപാട് പിടിവാശികളുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ പോയിരുന്നതെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്, അല്ലാതെ ഉള്ള പുറമേ ഉള്ള ഒരു ക്യാരക്ടർ അല്ല. അങ്ങനെയൊക്കെയാണ് പോരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഒരു പക്വത കൈവരിച്ചിരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പല കാര്യങ്ങളും ആ ഒരു ചെയ്യാനായിട്ട്, മുന്നോട്ട് വന്ന് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നു, നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന ഒരു ലെവലിലാണ് നിങ്ങളിപ്പോൾ. അത് മാത്രമല്ല, നിങ്ങൾ ആ ഒരു അതായത് ആ ഒരു എനർജി, യൂണിവേഴ്സിന്റെ എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട്, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അനുഗ്രഹം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് വഴി നേടിയെടുക്കാനുള്ള അത്തരത്തിലുള്ള ഒരു പവറിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവനവനിൽ തന്നെ ഒരു വിശ്വാസം വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നേരത്തെ പാസ്റ്റിൽ ചിലപ്പോൾ വളരെയധികം ഡൗൺ എനർജി ഉണ്ടായിരുന്ന ഒരു വ്യക്തി, വളരെ ഒരു ചൈൽഡിഷായ ഒരു പേഴ്സൺ, പല കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്ന ഒരു അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്നർ ക്ലാരിറ്റിയിലേക്ക് വരാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സമയം, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പക്വതയോടുകൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആകും. അതേസമയം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. മാത്രമല്ല അവരുടെ ഒരു കറേജ് അല്ലെങ്കിൽ സംഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ധൈര്യം ഇതൊക്കെ ചോർന്നു പോകുന്നു. അതായത് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരൊറ്റപ്പെടലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾ തീർത്തും ഒരു നോ കോണ്ടാക്ട് ഉള്ളവരായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഒരു ഓൺ ആൻഡ് ഓഫിൽ ചിലപ്പോൾ പോയതായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ രണ്ടുപേരും രണ്ട് ഇടങ്ങളിലായിട്ട് ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നു എന്നാണ്. രണ്ടുപേരും ഒരുപോലെയുള്ള ഐഡിയാസോ ഒരുപോലെയുള്ള ചിന്താഗതികളോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു അവനവൻ്റെതായ ഒരു ഐഡിയാസിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തി പറഞ്ഞതുപോലെ ഇവിടെ ധൈര്യം സംഭരിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഒരു കറേജ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അകന്നു നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു ത്വര അവർക്കുണ്ട്. അതെല്ലാം മാറ്റി ആ ഒരു നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഒക്കെ തന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് അത് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു ധൈര്യം സംഭരിക്കുന്ന ഒരു സമയമായിരിക്കാം ഇത്.
അപ്പോൾ ടോട്ടൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു പാതയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ ഒരു ദുഃഖത്തിലോ കാര്യത്തിലോ ഒന്നുമല്ല, ഒരു വിൽ പവറൊക്കെ കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പേഴ്സന്റെ ഒരു നൈറ്റ് ഫീലിങ്സിലേക്ക് നമുക്ക് പോകാം. ലേറ്റ് നൈറ്റ്സിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഇതാണ് ഇവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ. വളരെയധികം ഒരു ആശങ്കപ്പെട്ടിരിക്കുന്നതായിട്ട്, ടെൻഷൻ അടിച്ചിരിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അത് ഒരു സിറ്റുവേഷൻ വൈസ് അങ്ങനെ അവർക്ക് ചെയ്യേണ്ടി വന്നതാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. പക്ഷേ ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു സ്റ്റക്ക് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ചില റീഡിങ്സിലൊക്കെ നമ്മൾ നിങ്ങളുടെയൊക്കെ ഒരു എനർജി പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സന്റെ. ചില സമയത്ത് വളരെയധികം കോൺഫിഡൻസ് ആയിട്ട് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ എനിക്ക് നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ള അത്രയും ഒരു കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥ. ചില സമയത്ത് വളരെയധികം നിരാശപ്പെട്ടു പോകുന്ന ഒരു എനർജി. അങ്ങനെ രണ്ട് രീതിയിലുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എന്നെ കൊണ്ട് അത് കഴിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ വിചാരിക്കുന്ന പോലെ ഈസി അല്ല കാര്യങ്ങൾ, ഞാൻ ഇനി ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല, ഇനി ഇത് വർക്കാകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് വന്നിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്ലോ നഷ്ടപ്പെട്ടിട്ടോ ഒരു നോ കോണ്ടാക്റ്റിലായിട്ടോ ഒക്കെ കുറച്ചധികം നാളുകളായിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു കുറച്ചധികം നാളുകളാകുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വിശ്വാസം ഒരു പതിയെ പതിയെ കുറഞ്ഞു വരും. കാര്യങ്ങൾ ശരിയാകുമോ എന്നുള്ള ആ ഒരു പേടി വരാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ സമയം കഴിഞ്ഞോ, എല്ലാം കൈവിട്ടു പോയോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സണെ സ്പൈ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഊഹിച്ചെടുക്കാനായിട്ട് തുടങ്ങും, ഓവർ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ അങ്ങനെ ഒരു നമ്മൾ തന്നെ മൊത്തത്തിൽ ഒന്ന് ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലവരാണ് വളരെ ഒരു അർജയായിട്ട് എനർജി ഈ വീണ്ടും വീണ്ടും അവരോടുള്ള ആ ഒരു സ്നേഹം മനസ്സിൽ തികട്ടിക്കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വളരെയധികം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഘട്ടം എത്തുമ്പോൾ അതൊന്ന് ബ്രേക്ക് ആയിട്ട് നേരിട്ട് തന്നെ ഇനി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും വരട്ടെ, എന്ത് വന്നു കഴിഞ്ഞാലും വേണ്ടില്ല, എനിക്കിതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണം എന്ന് പറഞ്ഞ് പുറപ്പെടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വളരെയധികം ഗ്യാപ്പ് ഉണ്ടായിട്ടോ കുറച്ചധികം നാളുകളൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ട്രെങ്ത്, ആ ഒരു ധൈര്യം നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു ധൈര്യപൂർവ്വം വരാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നേടിയെടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ മറ്റു പല തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. അപ്പം ഇവിടെ നമുക്കത് കാണാനും പറ്റുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇതൊരു ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാലപ്പഴക്കം കൊണ്ടായിരിക്കാം ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശരിയാകും, അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഇനി മാറ്റങ്ങൾ വരട്ടെ, അല്ലെങ്കിൽ വിധി പോലെ വരട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല, എനിക്ക് വെയിറ്റ് ചെയ്ത് മടുത്തു, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, ഞാൻ എപ്പോഴും ഈ ഒരു പേഴ്സണെ ഓർത്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു ചിന്താഗതി പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിരിക്കാം. അതിപ്പോ നിങ്ങളുടെ ചിലപ്പോൾ ഒരു റിലീജിയൻ വേറെ ആയിരിക്കാം, നിങ്ങളുടെ കാസ്റ്റ് വേറെ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരെയും ട്രഡീഷനോ കാര്യങ്ങളോ ഒക്കെ വേറെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വേറെ ആയിരിക്കാം, കരിയർ വേറെ ആയിരിക്കാം, സാമ്പത്തിക ഭദ്രത, ഫിസിക്കൽ അപ്പിയറൻസ്, പല കാര്യങ്ങൾക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ള പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ അത് വലിയൊരു സംഭവമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ചിലപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് ഫാമിലിയൊക്കെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നതെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരു ഡെപ്ത്
അല്ലെങ്കിൽ ആ ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളോടുണ്ട് എന്നാണ് കാണുന്നത്. പുതിയതായിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചില സമയം ഈ ഒരു പേഴ്സൺ വളരെയധികം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു ഡൗൺ എനർജിയിലേക്ക് പോകുന്നുണ്ട്. അതായത് അവരുടെ മനസ്സിൻ്റെതായിട്ടുള്ള ഒരു ഫീലിങ്സ് ഹൈഡ് ചെയ്ത് ഇതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരു ശ്രമം. അതായത് ചില കാര്യങ്ങൾ നമുക്ക് വേദനയാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല എന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നടക്കുമെന്ന് അറിയില്ല, അത് ഓർത്തിട്ട് വിഷമിക്കുന്നെന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മളത് മനഃപൂർവ്വമായിട്ട് മറന്നു കളയുക, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ശ്രമിക്കുന്നു ആ ഒരു വിഷമത്തിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യം എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ നിന്നൊന്ന് പുറത്തു കിടക്കാൻ പറ്റുമോ, ഈ ഒരു പേഴ്സണെ മറക്കാൻ വല്ല വഴിയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ സെയിം അങ്ങനെയുള്ള ഒരു എനർജി നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിക്കും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവര് മനഃപൂർവ്വമായിട്ട് ഇതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എങ്കിലും അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇവര് ശരിയാകാൻ വേണ്ടിയിട്ട് ഇവരൊരു വെയിറ്റിംഗ് എനർജിയിൽ നിന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഇന്ന് ശരിയാകും, നാളെ ശരിയാവും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനാണെന്നുണ്ടെങ്കിലും പല തടസ്സങ്ങൾ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു വിചാരിച്ച പോലെ നടക്കാതെ ആകുമ്പോഴുള്ള ഒരു മടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതേസമയം നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് വാൻഡ്സ് ആൻഡ് 10 ഓഫ് കപ്സിന്റെ ഒക്കെ എനർജി വരുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം, ആ ഒരു പാഷനേറ്റ് എനർജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇമോഷൻസ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇത്. ഒരു പക്ഷേ നിങ്ങൾ ഉള്ളപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഹാപ്പി ആയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ട് നിങ്ങളെ ദൂരെ വലിച്ചെറിഞ്ഞ് കളയാനായിട്ട് കഴിയില്ല. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് സ്റ്റക്കായി കിടക്കുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് പോലും അറിയുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റക്നെസ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത്രയും പെയിൻ അനുഭവിക്കുന്നതെന്ന് നമുക്ക് പോലും അറിയുന്നില്ല. കാരണം നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ അവരുമായിട്ട് വളരെയധികം കണക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു മജീഷ്യൻ എനർജിയാണ്. വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിനൊക്കെ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനായിട്ടുള്ള ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് വരണം, കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ വർക്കാക്കാനായിട്ടുള്ള അത്രയും ഒരു പവർ ഉള്ള ഒരു എനർജിയാണ്. അപ്പൊ അതെല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കയറി വരുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ട് കളയാനായിട്ട് കഴിയില്ല. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും വളരെ പോസസീവ് ആണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ മറന്ന് നിങ്ങൾ മറന്നുപോയി എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും ഒട്ടും താല്പര്യമുള്ള വ്യക്തിയല്ല. നിങ്ങളായിട്ട് അവരെ മറന്നു പോവുകയോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു പോകുന്നു എന്നൊക്കെ ഈ ഒരു പേഴ്സൺ അറിയുകയാണ്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരുപാട് ഡൗൺ ആയി പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. കാരണം ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പൊസസീവ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പൊസസീവ്നെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു പേടി ആയിക്കോട്ടെ, ഈ ഒരു പേഴ്സൺ അത്രയും വേഗം നിങ്ങളിലേക്ക് ഓടിയെത്താൻ, അല്ലെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു ഇമോഷൻസ് ഇവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത്രയേറെ ഈ ഒരു വ്യക്തി മാനസികമായിട്ട് ഒരു പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നൈറ്റ് ഫീലിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും കുറച്ചധികം ഒരു വിഷമിക്കുന്ന വ്യക്തിയെ തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ എനർജി കാണുന്നത്. വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നു, അല്ലെങ്കിൽ തീർത്തും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒരു രണ്ടും കൂടി പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിന്തിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ ഈ ഒരു പേഴ്സണ് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും കൂടുതലും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം അത് പറഞ്ഞു തീർക്കണം, എന്നിട്ട് മുന്നിലോട്ട് വരാനുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്.
ആ ഒരു ഹോപ്പും അതുപോലെ ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. നിങ്ങളോട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് മാറ്റം വരും, അല്ലെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സായിട്ട് ഇതിനകത്ത് ഒരു മാറ്റം കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ അവർ വെയിറ്റ് ചെയ്ത് കാലങ്ങൾ ഇപ്പോൾ കുറേ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. അപ്പം ചിലരങ്ങനെ ഒരു കാര്യമുണ്ട്, സ്വന്തമായിട്ട് ആക്ഷൻ എടുക്കില്ല, സാഹചര്യം എല്ലാം മാറി വരും എന്നൊരു പ്രതീക്ഷയിൽ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. പ്രത്യേകിച്ച് ഒരു ആക്ഷൻ വരാതെ ഒന്നും നടക്കില്ല അവിടെ. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ വരാതിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഒരു പേഴ്സണെ കാണുന്നത്. ഈ ഒരു പേഴ്സൺ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു വെയിറ്റിംഗ് എനർജി ഇരുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോപ്പ് ഈ ഒരു എനർജിയിലുണ്ട്. ഇവിടെയും ഒരു സെയിം തന്നെ ലാസ്റ്റൊക്കെ വരുന്നതൊക്കെ ഒരു ഫോക്കസ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു 3 കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ വരുന്നത് അതാണ്. നിങ്ങളോട് വർത്തമാനം പറയണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒന്ന് കണക്റ്റ് ആകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഒരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ നേരത്തെ അവിടെ ആ ഒരു ലോലിനെസ് കണ്ടതാണ്. അവരുടെ എനർജിയിൽ ആ 2 എനർജി നമുക്ക് സെയിം മാറി മറിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവരെ എനർജിയിൽ ഈ 2 തരത്തിലുള്ള കാര്യങ്ങളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഹെർമിറ്റ് ആയിക്കോട്ടെ, ഈ രണ്ടും നമുക്ക് ഒരു ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞത്. അവർക്ക് പലപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തെളിയാത്ത പോലത്തെ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും എനിക്ക് ഇത് പറ്റുമോ എന്നോർത്ത് അവരിങ്ങനെ ഒന്ന് ഒതുങ്ങിപ്പോവും. നമ്മളൊരു ദീർഘദൃഷ്ടി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഈ ഒരു വ്യക്തിക്ക് വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അപ്പം മുന്നിലുള്ള ഒരു തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇനി അതിനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എനർജി ഈ ഒരു പേഴ്സണ് വളരെ കുറവാണ്. പക്ഷെ നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ വിട്ടുകളയാനും കഴിയുന്നില്ല. അതായത് നമ്മളിപ്പോൾ സാധാരണ പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യം വേണോ, ഈ റിലേഷൻഷിപ്പ് വേണോ, നിങ്ങളെ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും നിങ്ങളെ വേണം. നിങ്ങളെ വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വേണ്ടേ, വേണ്ട, അങ്ങനെ ഒരു രീതിയിൽ. അപ്പം ഇവർക്ക് ശരിക്കും ഇഷ്ടമാണ്, പക്ഷെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിൽക്കാൻ താല്പര്യമുണ്ട്, താല്പര്യമില്ല. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജി അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് വേണ്ടത്. എത്ര പേർക്ക് ഇത് റെസിനേറ്റ് ആകും എന്നുള്ളത് അറിയില്ല. നമ്മൾ മൊത്തത്തിലൊരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞ ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുത്ത് എല്ലാ തരത്തിലും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പേഴ്സൺ ഒന്ന് ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നമ്മൾ നോക്കാത്തത് കൊണ്ട് എന്താണ് നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പേടിച്ച് മാറി നിൽക്കുന്നത് എന്താണ്, അവരെ മാറ്റി നിർത്തുന്നത് എന്താണ്, തടസ്സപ്പെടുന്നത് എന്താണ്, നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, ആഗ്രഹങ്ങളൊക്കെ ഇവരിൽ ഉള്ളപ്പോൾ തന്നെ ഒരു സംഗതിയൊക്കെ നിർത്തി വെക്കാനായിട്ട് ഇവരെ മാറ്റി നിർത്തുന്നത് എന്താണ് എന്ന് നമുക്ക് ഒരു ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മളിവിടെ ഇവരുടെ ഒരു ജസ്റ്റ് നൈറ്റ് ഫീലിങ്സ് മാത്രമാണ് നോക്കുന്നത് ഈ പേഴ്സന്റെ. അപ്പം ഒരു എക്സാക്റ്റ് ഒരു പ്രോബ്ലം എന്താണ് എന്ന കാര്യത്തിനെ കുറിച്ച് നമുക്ക് അറിവില്ല. ഒരു പക്ഷേ തേർഡ് പാർട്ടിയോടുള്ള ഒരു പേടിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പേടിയായിരിക്കാം. കാരണം ഇവിടെ അവർ ഒരു ധൈര്യം സംഭരിക്കുകയാണ്. നമ്മൾ 2 പ്രാവശ്യം നോക്കിയ സമയത്തും ആദ്യത്തെ ഇതിലും സെക്കൻഡ് റോയിലും നമുക്കത് തന്നെയാണ് കിട്ടുന്നത്. മെയിനായിട്ട് കാണുന്നത് അവരൊരു കറേജ് സംഭരിച്ചുകൊണ്ടിരിക്കുന്നു ഒരവസ്ഥയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തിനോ വേണ്ടി പേടിച്ച് എന്തിലോ പേടിക്കുന്നുണ്ട് അവര്. ആ ഒരു കാര്യത്തിന് രക്ഷപ്പെടാനായിട്ട് ഒരു ധൈര്യം അവർ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുന്നതാണെങ്കിൽ 8 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മെസ്സേജ് ഇടാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് റിലേഷൻഷിപ്പ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈ ഒരു ഹാർഡ് ഫീലിങ്സ് ഈ ഒരു പേഴ്സൺ ഉള്ളത് കൊണ്ടായിരിക്കാം ഇടയ്ക്കെങ്കിലും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ഇട്ട് പോകുന്നത്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് മാറിപ്പോകുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത് അവരുടെ മനസ്സിനെ ഒരുപാട് അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ, ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണോ, എന്താ നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ
അവർ ചെയ്യുന്നത് ഇതാണ്. കോണ്ടാക്റ്റിലുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നുമുണ്ട്. അപ്പൊ സ്വയമേ ഹൈഡ് ചെയ്യുന്നുണ്ട്, അതായത് മറ്റാരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ് ചെയ്യുന്നതും നമ്മളുടെ മനസ്സിൽ തന്നെ ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഫേക്ക് ആയിട്ട് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു എനർജിയും ചിലപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലുള്ള എനർജീസ് ആണ് വരുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് വിട്ടുകളയാനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഉപേക്ഷിച്ച് പോകാനായിട്ട് ഈ ഒരു പേഴ്സണ് മനസ്സ് വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സണെ കൊണ്ട് അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്കിവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണാനായിട്ട് പറ്റുന്നത്. വളരെ മച്യൂർ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആരെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തടസ്സം സൃഷ്ടിച്ച് ഇങ്ങനെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ ആ ഒരു കറേജ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അത് മാറി നിങ്ങളിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു റീഡിങ് നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2003 എന്ന് പറയുന്ന ഒരു വർഷമാണ്. അതുപോലെ എബ്രോഡ്, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളൊക്കെ എബ്രോഡുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് സർവീസിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നു. ഫുട്ബോൾ, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രോയിങ്, ഓഗസ്റ്റ് മന്ത്, ലെറ്റർ വി, ലോങ് ഡിസ്റ്റൻസ്, 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. ക്രേസി, നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്രേസി ആയിട്ടുള്ള ഒരാളായിരിക്കാം. വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1991 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ ടീച്ചർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എ നമുക്ക് കിട്ടുന്നുണ്ട്. 1987, ലെറ്റർ സി, ഏപ്രിൽ മന്ത്, 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. അതുപോലെ മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 9, യു ക്യാൻ ട്രസ്റ്റ്, ലെറ്റർ എൻ, ലെറ്റർ ജി, നമ്പർ 51, ക്രിക്കറ്റ്, നമ്പർ 54, ബ്യൂട്ടിഫുൾ ഐസ്, കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ. അതുപോലെ മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ്, സാമ്പത്തികപരമായ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടോക്കറ്റീവ്, വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.